ചെടികൾക്കും അല്ലെങ്കിൽ മരങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം വേണ്ടത് 20 എസെൻഷ്യൽ ന്യൂട്രീഷനാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതിൽ തന്നെ നമുക്ക് എസെൻഷ്യലിൽ കാണാൻ പറ്റും മാക്രോ ന്യൂട്രീഷനിൽ ഫസ്റ്റ് മാക്രോ ആൻഡ് സെക്കൻഡ് മാക്രോ, അതേപോലെ തന്നെ മൈക്രോ ന്യൂട്രീഷൻ നമുക്ക് അത്യാവശ്യമാണ്. എന്തൊക്കെയാണ് മാക്രോ ന്യൂട്രീഷൻ നോക്കാം. മാക്രോ ന്യൂട്രീഷനിൽ വരുന്നത് ഏകദേശം 10ഓളം എസെൻഷ്യൽ ന്യൂട്രീഷൻ ആണ് വേണ്ടത്. ഒന്ന് വാട്ടർ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്. ഇത് മാക്രോ ന്യൂട്രീഷനിൽ ഏറ്റവും കൂടുതൽ വേണ്ട. അതേപോലെ തന്നെ സെക്കൻഡ് മാക്രോയിൽ നോക്കി കഴിഞ്ഞാൽ കാൽസ്യം വേണം, മഗ്നീഷ്യം, സൾഫർ. ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാക്രോ ന്യൂട്രീഷന് ഒരു ചെടിക്ക് അല്ലെങ്കിൽ ഒരു മരത്തിന് ഏറ്റവും കൂടുതൽ വേണം. ഇതേപോലെ തന്നെ മൈക്രോ ന്യൂട്രീഷൻ, ഞാൻ അതിക്ക് മുന്നായിട്ട് തന്നെ എന്തിനാണ് മാക്രോ ന്യൂട്രീഷൻ ഏറ്റവും കൂടുതൽ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് നൈട്രജൻ എന്തിനാ നമ്മുടെ ഏറ്റവും കൂടുതൽ ചെടികള് ഭക്ഷണം പാകം ചെയ്യുന്നത് എവിടുന്ന നമ്മുടെ മണ്ണിൽ നിന്ന് പോഷകങ്ങൾ എടുക്കും. അതോടൊപ്പം തന്നെ സൂര്യപ്രകാശത്തിൽ നിന്ന് ഹരിതമായിട്ട് അത് ഫോട്ടോസിന്തസിസ് എന്നുള്ള ഒരു പ്രക്രിയ വഴി ഒരുപാട് ഭക്ഷണം നമുക്ക് പാകം ചെയ്യും. അതിനെ ബയോകെമിക്കൽ ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ ആയിട്ട് ചേരുമ്പോഴാണ് അതിൽ അവിടെ പോഷകങ്ങളായിട്ടും അതുപോലെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് വാട്ടറും കാർബൺ ഡയോക്സൈഡ്, സൺലൈറ്റ്, ക്ലോറോഫിൽ ആയിട്ട് അത് രൂപാന്തരം പ്രാപിക്കുന്നത്, എനർജി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് നൈട്രജനും ഫോസ്ഫറസും വളരെ അത്യാവശ്യം. അതേപോലെ തന്നെ പൊട്ടാഷ് കൂടുതൽ വേണം. ഈ പൊട്ടാഷ് നമ്മൾ കണ്ടല്ലേ, ഈ എന്താ പറയാ, ഒരു ചെടിക്ക് വളർന്ന് എന്തെങ്കിലും കായ്ഫലം ഉണ്ടാവുന്ന സമയത്ത് കുറച്ച് പൊട്ടാഷ് ഇട്ട് കൊടുക്കാൻ തോന്നുന്നു. ആ പൊട്ടാഷ് ഇട്ട് കൊടുത്താൽ കുറച്ച് കൂടുതൽ വിളവ് അവിടെ നമുക്ക് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഈ പൊട്ടാഷ് ഉണ്ടെങ്കിലാണ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ നല്ല രീതിയിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ സെക്കൻഡ് മാക്രോയിൽ നമുക്ക് കാണാൻ പറ്റും കാൽസ്യം, മഗ്നീഷ്യം, അതേപോലെ തന്നെ സൾഫർ. കാൽസ്യം എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് മനുഷ്യ ശരീരത്തിൽ കാൽസ്യം എന്തിനു വേണ്ടിയിട്ടാ? എല്ലുകൾ നല്ല സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെയാണ് ചെടികൾക്കാണെങ്കിലും മരത്തിനാണെങ്കിലും സ്റ്റെമ്മിന് നല്ല ബലം കിട്ടണമെങ്കിൽ, അതിന്റെ തണ്ടിന് അല്ലെങ്കിൽ മരത്തിന് നല്ല സ്ട്രെങ്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കാൽസ്യം വളരെ അത്യാവശ്യം. ഫുഡ് ക്യാരിങ് കപ്പാസിറ്റി, ഭക്ഷണം സൂര്യപ്രകാശത്തിൽ നിന്ന് ഇലകൾ വഴി പാകം ചെയ്യും. അതോടൊപ്പം തന്നെ ഭക്ഷണം മണ്ണിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചിട്ട് ഭക്ഷണം പാകം ചെയ്യും. ഇതൊക്കെ വേണ്ട അളവിൽ എല്ലാ സ്ഥലത്തേക്കും എത്തിക്കണമെന്നുണ്ടെങ്കിൽ മഗ്നീഷ്യം വളരെ അത്യാവശ്യമാണ്. ഇതേപോലെ തന്നെ സൾഫറും വളരെ അത്യാവശ്യമാണ്. അമിനോ ആസിഡ് പ്രൊഡക്ഷൻ, സൺലൈറ്റ് അബ്സോർവ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ക്യാരിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൾഫറും ഉപയോഗിക്കുന്നത്. ഇതേപോലെ തന്നെ മൈക്രോ ന്യൂട്രീഷനിൽ നമുക്ക് കാണാൻ പറ്റും ഏകദേശം 9-10ഓളം മൈക്രോ ന്യൂട്രീഷൻ ചെടികൾക്ക് അത്യാവശ്യമാണ്. ജസ്റ്റ് നമുക്ക് നോക്കാം. അയൺ വേണം, കോപ്പർ, മാംഗനീസ്, ബോറോൺ, സിങ്ക്, മോളിബ്ഡിനം, കൊബാൾട്ട്, ക്ലോറിൻ, നിക്കൽ, സോഡിയം, സിലിക്കോൺ. ഇങ്ങനെ 10ഓളം മൈക്രോ ന്യൂട്രീഷനും വളരെ അത്യാവശ്യമാണ്. അയൺ എന്തിനു വേണ്ടിയിട്ടാ? ക്ലോറോഫില്ല് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കോപ്പർ ഓക്സിജൻ ക്യാരി ചെയ്യാനും ഓക്സിജൻ ഡിസ്ചാർജ് ചെയ്യാനൊക്കെ വളരെ കോപ്പർ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ രീതിയിൽ ബോറോൺ ഫുഡ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടും ബോറോൺ വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ക്ലോറിൻ വാട്ടർ അബ്സോർപ്ഷന് ക്ലോറിൻ വളരെ അത്യാവശ്യം. ഇതെല്ലാം ഈ പോഷകങ്ങളെല്ലാം തന്നെ വേണ്ട അളവിൽ ചെടികൾക്ക് നല്ല രീതിയിൽ കിട്ടിയാൽ മാത്രമേ നല്ല വിളവ് അവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ.